अल्लाहु अकबर अल्लाहु अकबर अल्लाहु अकबर अल्लाहु अकबर अशहदु अल्ला इलाहा इल्लल्लाह अशहदु अल्ला इलाहा इल्लल्लाह अशहदु अन्ना मुहम्मदर रसूलुल्लाह अशहदु अन्ना मुहम्मदर रसूलुल्लाह हय्या अलस सलाह हय्या अलस सलाह हय्या अलल फलाह हय्या अलल फलाह अल्लाहु अकबर अल्लाहु अकबर ला इलाहा इल्लल्लाह अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु व अशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तकीम सिरातल लज़ीना अन्अमता अलैहिम गैरिल मग़दूबि अलैहिम वलद्दाल्लीन व अम्मा बिनिअमति रब्बिक
अपने रब की नेमत का इजहार करता रहे। अल्लाह നീ ताला की നിന്റെ നാഥന്റെ नेमतें അനുഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുക. दुनियावी भी हैं और दीनी भी। അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ दुनियावी ഭൗതിക नेमतें തലത്തിലും ദീനി തലത്തിലും ആത്മീയ തലത്തിലും ലഭിക്കുന്നു. ഭൗതിക അനുഗ്രഹങ്ങൾ बिला तखसीस യാതൊരു വ്യതിരിക്തതയും ഇല്ലാതെ रखने वाले हैं, എല്ലാവർക്കും ലഭിക്കുന്നു. ताला पर ईमान लाने वाले हैं, अल्लाह അള്ളാഹുമായി ബന്ധമുള്ളവരും का मंबा समझने वाले അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും അള്ളാഹുവിനെ वो अल्लाह ताला की എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായി കരുതുന്നവരും जहां उसका इजहार അള്ളാഹുവിന്റെ ഭൗതിക അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകടിപ്പിക്കുന്നു. वहां दुनिया को भी തങ്ങളിൽ അത് की പ്രകടമാക്കുന്നതോടൊപ്പം ഈ അനുഗ്രഹങ്ങളെല്ലാം തികച്ചും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ലഭിച്ചതെന്ന് ലോകത്തോട് പറയുകയും ചെയ്യുന്നു. जैसा कि मैंने कहा എന്നാൽ दीनी और रूहानी ഈ ഭൗതിക അനുഗ്രഹങ്ങൾ കൂടാതെ और एक मुसलमान മതപരവും ആത്മീയവുമായ അനുഗ്രഹങ്ങളുമുണ്ട്. माने में हजरत ഒരു യഥാർത്ഥ മുസ്ലിം के आशिक सादे അഥവാ ഇക്കാലത്ത് के गुलाम തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രേമിയുടെ ये ജമാഅത്തിൽ इस नेमत को भी हासिल करने वाले बने हैं। വിശ്വസിക്കുന്നവർ बस ഈ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ അവകാശികളായിത്തീരുന്നു. को बयान करना അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ ഫളിനെയും एक अहमदी पर അനുഗ്രഹത്തെയും വിവരിക്കുകയും അതിനെ जिसका एक പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നത് ഒരു അഹ്മദിക്ക് നിർബന്ധമാണ്. जिंदगी गुजारना അതിന്റെ ഒരു രീതി അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുക എന്നതാണ്. पीटना है രണ്ടാമത്തെ രീതി और तबलीग करना है। തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹവും ये नूर ഈ പ്രകാശവും जो हमें നിങ്ങളും കരസ്ഥമാക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ അവകാശികളായി നിങ്ങളും മാറുക എന്ന് या फजलों के वारिस വിളംബരം ലോകത്ത് കൊട്ടിഘോഷിക്കുകയും തബ്ലീഗ് നടത്തുകയും ചെയ്യുക എന്നതുമാണ്. तुम्हारी बका है। ഇതാണ് ദൈവിക പ്രകാശം എന്ന് അവരോട് പറയുക. यही നിങ്ങളുടെ നിലനിൽപ്പ് ഇതിലാണുള്ളത്. ലോകത്തിന്റെ നിലനിൽപ്പും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. और दुनिया व आखिरत संवारने के समान मुहैया है। നിങ്ങളുടെ और फिर ഇഹലോകവും പരലോകവും ശരിപ്പെടുത്തുന്നതും ഇത് തന്നെയാണ്. के फजलों के दरवाजे जो ഈ സന്ദേശം എത്തിക്കുന്നതോടൊപ്പം खुशियों को അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. നമ്മുടെ ചെറുതായ പ്രയത്നത്തിന് അള്ളാഹു दीन का पैगाम അനന്തമായ ഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു. നാം അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളായി മാറുകയാണ്. ഇതിന് അള്ളാഹു നമ്മുടെ പ്രതീക്ഷക്കും എത്രയോ മടങ്ങ് ഫളില് വർദ്ധിപ്പിച്ച് നൽകുന്നു. उसकी नेमत का इजहार है। ഈ ഫളില് അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മറ്റൊരു പ്രകടനം കൂടിയാണ്. അത് നമ്മെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്മരിക്കാനും നന്ദി പ്രകടിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നു. एक हकीकी मोमिन को अल्लाह ताला के അതുകൊണ്ട് वारिस ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അവകാശികളായി തീരാൻ माने में ഈ വിഷയത്തെ ताला ने ശരിക്കും ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ഇക്കാലത്ത് അള്ളാഹു തആല ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ के पैगाम को दुनिया में फैलाने के लिए भेजा। തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ खास ताईदार से സന്ദേശത്തെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനായി അയച്ചപ്പോൾ തന്റെ പ്രത്യേക പിന്തുണ നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. തന്റെ അടയാളങ്ങൾ നൽകുകയുണ്ടായി. അവ സൂര്യപ്രകാശം പോലെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു, പ്രകടമാവുകയും ചെയ്തു. अल्लाह ताला की
അതിന്റെ കാഴ്ച നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തോടുകൂടെയുള്ള वादे के मुताबिक അള്ളാഹുവിന്റെ ഈ പിന്തുണ അള്ളാഹുവിന്റെ अल्लाह ताला വാഗ്ദാനപ്രകാരമാണ്. कि तुम मेरी नेमतों का इहाता नहीं कर सकोगे। അള്ളാഹു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നിനക്ക് എന്റെ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്ന്. अल्लाह है ला तो അള്ളാഹു ഇലാ മുഖേന അറിയിക്കുകയുണ്ടായി, कि अगर तू വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. फिर ये भी ला നീ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കാൻ തുടങ്ങിയാൽ അത് അസാധ്യമായിരിക്കും. ഇപ്രകാരവും ഇൽഹാമുണ്ടായി, करता चला जाए। വ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. നിന്റെ നാഥന്റെ അനുഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ടേ പോവുക. बहुकुम ആ മഹാത്മാവ് ഒരു സ്ഥലത്ത് പറയുന്നു, ഈ വിനീതൻ इजहार में कुछ मुजायका വ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ फजलो का കാരുണ്യവാനും ആദരണീയനുമായ അള്ളാഹു തന്റെ കാരുണ്യവും കൃപയും ഒന്നുകൊണ്ട് മാത്രം हाथ नहीं എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങൾ ഈ വിനീതന് നൽകിയിരിക്കുന്നു എന്നും ഈ നിസ്സാരനെ വെറും കൈയോടെ അയച്ചിട്ടില്ലെന്നും അടയാളങ്ങളില്ലാതെ നിയോഗിച്ചിട്ടില്ലെന്നും പ്രകടമാക്കുന്നതിൽ ഒരു അനൌചിത്യവും ഇല്ലെന്ന് മനസ്സിലാക്കുന്നു. എല്ലാത്തരം അടയാളങ്ങളും മുഖേനയാണ് അയച്ചത്. അത് പ്രകടമായി കൊണ്ടിരിക്കുന്നു. വ്യക്തമായ രീതിയിൽ തന്റെ തെളിവ് സ്ഥാപിക്കുന്നതുവരെ തന്റെ അടയാളങ്ങൾ അവൻ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പറയുന്നു, വിനയവും താഴ്മയും अब बनना है अल्लाह ताला का ദാസത്വത്തിന്റെ അടയാളങ്ങളാകുന്നു. और इनके साथ അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസനായി തീരണമെന്നുണ്ടെങ്കിൽ फरमाया വിനയവും താഴ്മയും പ്രകടമാക്കേണ്ടതാണ്. ഇത് നിർബന്ധമായ നിബന്ധനയാണ്. रब्बे का फहद എന്നാൽ नौमाए इलाही का വ അമ്മ ബിനിഅമത്തി റബ്ബിക ഫഅദ്ദിസ് എന്ന ആയത്തിന്റെ കൽപ്പനയനുസരിച്ച് ദൈവികാനുഗ്രഹങ്ങളെ പ്രകടമാക്കേണ്ടതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അള്ളാഹുവിന്റെ ഫളിൽ और इजहार നമ്മിൽ ഉണ്ടാകുമ്പോൾ हम इस हुक्म के मुताबिक അതിനെ വിവരിക്കുകയും അത് പ്രകടമാക്കുകയും ചെയ്യുന്നത് ഈ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ്. आज और इनकी सारी के साथ ഇത് നാം പ്രകടമാക്കേണ്ടതാണ്. എന്നാൽ വിനയത്തോടും താഴ്മയോടും കൂടി തങ്ങളുടെ പൊങ്ങച്ചം പ്രകടിപ്പിക്കാനാകരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ मुख्तलिफ प्रोग्राम ഞാൻ അമേരിക്ക, കാനഡ എന്നീ നാടുകളുടെ സന്ദർശനത്തിലായിരുന്നു. अल्लाह ताला ने അവിടെ വിവിധ പ്രോഗ്രാമുകളും का सही മറ്റുള്ളവരുടെ കൂടെയും നടക്കുകയുണ്ടായി. അള്ളാഹു पैमाने पर ഇസ്ലാമിന്റെ फजल से पैगाम ശരിയായ സന്ദേശം എത്തിക്കാനുള്ള തൗഫീക്കും നൽകി. വളരെ വിപുലമായ രീതിയിലാണ് ഈ സന്ദേശം എത്തിയത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ. इंतजाम करने वालों को खुद भी नहीं था। അവിടെയുള്ള പ്രാദേശിക ജമാഅത്തിലെ സംഘാടകർക്ക് പോലും ഇത്രയധികം വിപുലമായ രീതിയിൽ എത്തിക്കാൻ കഴിയുമെന്ന് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നുള്ള ഒന്നാണ്. ആരുടെയും പ്രയത്നം കൊണ്ടല്ല ഇത് നടന്നത്. ഇതിന്റെ പ്രകടനം നമ്മെ വീണ്ടും അള്ളാഹുവിന്റെ നന്ദി പ്രകടനത്തിലേക്ക് തിരിക്കുന്നതാണ്. പര്യടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വിവരിക്കുന്നത്. वेस्ट को അമേരിക്ക, കനഡ എന്നിവിടങ്ങളിലെ क्योंकि यहाँ पहले വെസ്റ്റ് കോസ്റ്റ് ജമാഅത്തുകളെയാണ് ഈ പര്യടനത്തിൽ ബന്ധപ്പെട്ടത്. में ഇതിനു മുമ്പ് ഞാനിവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അമേരിക്കയിൽ और इस ലോസ് ഏഞ്ചലസിൽ ഞാൻ പോയി. जिक्र में ഈ പ്രദേശത്തെയും खुद में कर चुका हूँ कि कैसा इलाका പട്ടണത്തെയും കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം അവിടെ നൽകിയ ഖുത്ബയിൽ ഞാൻ നൽകിയിരുന്നു. അവിടെ സ്പാനിഷ് ആളുകളുടെ പ്രദേശമാണ്. അവിടെ ജമാഅത്ത് എന്തെല്ലാം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. जो पहुंची മറ്റുള്ളവരുമായുള്ള ബന്ധത്തെക്കുറിച്ചും हासिल करूंगा। അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞതിനെക്കുറിച്ചും जमात ചുരുങ്ങിയ രീതിയിൽ വിവരിക്കുന്നതാണ്. അവിടെ मुख्तलिफ तबका ഒരു ഹോട്ടലിൽ ജമാഅത്ത് റിസപ്ഷൻ വെച്ചിരുന്നു. इंतजामिया का ख्याल അതിൽ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു കൂട്ടം ആളുകൾ പങ്കെടുത്തിരുന്നു. സംഘാടകർ കരുതിയിരുന്നത് ഭൗതിക ചിന്താഗതിക്കാരാണിവർ, കൂടുതലൊന്നും വരില്ല എന്നാണ്. എന്നാൽ അവസാന ദിവസം വരെ വരുന്നവരുടെ അറിയിപ്പ് കിട്ടിക്കൊണ്ടിരുന്നു. വളരെ കൂടുതൽ ആളുകളാണ് വന്നത്.
ആദ്യം അവർ കരുതിയിരുന്നത് ഇത്ര ക്ഷണക്കത്ത് നൽകിയാൽ ഇത്രേ ആളുകൾ വരികയുള്ളൂ എന്നാണ്. എന്നാൽ और फिर जो उन्होंने ക്ഷണിച്ചപ്പോൾ കൂടുതൽ ആളുകളും വരും എന്നാണ് അറിയിച്ചത്. ഇത് കാരണം സംഘാടകർ വിഷമിച്ചു. इजाफा करना അവർ ഇരിപ്പിടം ഒരുക്കിയിരുന്ന ഹാളിൽ और आखिर मेरा കൂടുതൽ ഇരിപ്പിടം ഒരുക്കേണ്ടതായി വന്നു. बाज दोस्तों എനിക്ക് തോന്നുന്നത് ചിലർ തങ്ങളുടെ करनी पड़ी। സുഹൃത്തുക്കളെ കൊണ്ടുവരാം എന്ന് ഏറ്റിരുന്നു. അവരോട് ക്ഷമാപണം ചെയ്യേണ്ടി വന്നു എന്നാണ്. बड़ा पढ़ा लिखा तबका था और अच्छा ഈ വന്നവർ സാധാരണക്കാരായിരുന്നില്ല, വിദ്യാസമ്പന്നരും സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളുമായിരുന്നു. फंक्शन में मैंने अल्हम्दुलिल्लाह रब्बिल ഈ आलमीन ഫംഗ്ഷനിൽ ഞാൻ की मुख्तसर वजाहत അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ हवाले से എന്നതിനെക്കുറിച്ച് वसल्लम की ഹ്രസ്വമായ വിവരണം നൽകി. ഇത് സംബന്ധമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ बयान की മാനവ സമൂഹത്തോടുള്ള ദയയും കാരുണ്യവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയും വിവരിക്കുകയുണ്ടായി. नमूना है। ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനമെന്ന് പറയുകയും ചെയ്തു. നമുക്കും ഇതാണ് മാതൃക എന്നിരിക്കെ शिद्दत पसंदी का ये തീവ്രവാദത്തെയും ഭീകരവാദത്തെയും കുറിച്ച് പറയുന്നവർ बारहा എങ്ങനെ മുസ്ലിങ്ങളാകാനാണ്? तालीम के हवाले से हजरत सल्लल्लाहु अलैहि ഏതായിരുന്നാലും वसल्लम के हवाले से ഈ അധ്യാപനങ്ങളുടെയും खास असर था। തിരുദൂതരുടെ പാവന മാതൃകയുടെയും സ്വാധീനത്താൽ तालीम है അവിടെ ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരുന്നു. फैलना चाहिए। ഇസ്ലാമിന്റെ സന്ദേശം ഇതാണെങ്കിൽ ഇതിനെ തീർച്ചയായും പ്രചരിപ്പിക്കേണ്ടതാണെന്ന് എല്ലാവരും പറയുകയുണ്ടായി. ഇന്നത്തെ ലോകത്തിന് ഇതാണ് ആവശ്യം. बार बार बातों ഇത് അവരുടെ വെറും പുറംപൂച്ചായിരുന്നില്ല. എന്റെ അടുത്ത് നിന്ന് പലരും ഈ കാര്യം വീണ്ടും വീണ്ടും പറയുകയുണ്ടായി. चंद एक उनमें से അവരിൽ ചിലരുടെ അഭിപ്രായങ്ങൾ ചിലത് MTAയിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ചിലത് നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. और इसमें मुख्तलिफ शोबा जिंदगी के മെയ് 11 ഈ ഫംഗ്ഷൻ നടന്നത്. जिसमें इनकी जिनकी तादाद ജീവിതത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള और 254 ആളുകൾ ഇതിൽ പങ്കെടുത്തിരുന്നു. जब इस्लाम की अमन की बाहमी मोहब्बत की एहतराम की और दुनिया में इंसाफ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെയും പരസ്പരം സാഹോദര്യത്തിന്റെയും പരസ്പരം ആദരിക്കേണ്ടതിനെക്കുറിച്ചുമുള്ള इस तकरीब में സന്ദേശം, ലോകത്ത് നീതി നടപ്പിൽ വരുത്തുന്നതിനെ സംബന്ധമായിട്ടുള്ള അധ്യാപനങ്ങൾ കേൾപ്പിച്ചപ്പോൾ ഈ സന്ദേശം അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ അതിനെ പ്രശംസിക്കുകയുണ്ടായി. ഈ പരിപാടിയിൽ US കോൺഗ്രസിലെ 5 മെമ്പർമാരും ഉന്നത നിലവാരമുള്ള മീഡിയയുമായി ബന്ധപ്പെട്ട 14 പേരും ഉന്നത വിദ്യാഭ്യാസമുള്ള കുറെ പേരും ഉണ്ടായിരുന്നു. അതിൽ 17 വിവിധ വകുപ്പുകളിലെ ഓഫീസർമാര്, മിലിറ്ററി ഓഫീസർമാര്, NGOs के लोग थे काफी तादाद में। യൂണിവേഴ്സിറ്റിയിലെ 37 പ്രൊഫസർമാർ, NGOയിലെ കുറെ അംഗങ്ങൾ, 13 ഡിപ്ലോമേറ്റ്സ്, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 37 ആളുകൾ, फिर इसी तरह मुख्तलिफ पढ़ा लिखा तब 29 വിവിധ മതനേതാക്കന്മാർ, पुलिस फोर्सेज और आर्म फोर्सेज के लोग थे। तो एक अच्छा തിങ്ക് ടാങ്കിലെയും മറ്റു ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരുമായ കുറെ ആളുകൾ, പോലീസ് ഫോഴ്സസ്, ആംഡ് ഫോഴ്സസ് തുടങ്ങിയ एक ഒരു നല്ല സദസ്സായിരുന്നു അത്. इजहार इस ഈ സന്ദേശം ഇവർക്കെല്ലാം എത്തിക്കാൻ കഴിഞ്ഞു. ഇതിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞത് ഇപ്രകാരമാണ്: आपने मुझे और मेरी फैमिली को इस्तकबालिया में ബാർബറ ഗുൽബർഗ് എന്നാണ് പേര്. गहरे मोहब्बत के जज्बात से आप എന്നെയും എന്റെ ഫാമിലിയെയും താങ്കൾ ക്ഷണിക്കുകയുണ്ടായി. इस प्रोग्राम में വളരെ സ്നേഹത്തോടുകൂടി താങ്കൾക്ക് ഞാൻ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നു. मेरी जिंदगी में ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു ചലനവും एक ऐसी कम्युनिटी से हुई ഉണർവും जो हमारे ही दिल ഉണ്ടായി. मगर हम इससे ഞങ്ങളുടെ തന്നെ ഇടയിൽ ഉള്ള എന്നാൽ ഞങ്ങൾ അറിയാതിരുന്ന ഒരു സമൂഹവുമായാണ് ഞങ്ങളുടെ കൂടിക്കാഴ്ച നടന്നത്. वाकई इस तरह किया कि
ഒരാൾ തന്റെ അഭിപ്രായം ഇപ്രകാരം പ്രകടിപ്പിച്ചു. मेरे जिक्र करते हुए लिखते हैं कि जो उन्होंने अपनी तकरीर में नुक्ता नजर पेश किया है कि എന്നെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, और दूसरों के लिए खुले दिल से कबूलियत के അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ അവതരിപ്പിച്ച കാഴ്ചപ്പാട് സ്നേഹം ഏവരോടും വെറുപ്പ് ആരോടുമില്ല എന്നത് जो उनके होंठों എല്ലാവരെയും उൾക്കൊള്ളാനുള്ള വിശാല മനസ്കതയാണ് പ്രകടിപ്പിച്ചത്. നമ്മുടെ എല്ലാവരുടെയും ദൈവം ഒരേ ഒരു ദൈവമാണെന്നും से ऐसी बात है जो आलमी लीडरों के അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും വരുന്ന ഇതുപോലുള്ള മറ്റുള്ള ഓരോ വാക്കും സത്യമായിരുന്നു. ആഗോള സമാധാനത്തിലുള്ള അദ്ദേഹത്തിന്റെ സന്ദേശവും ന്യൂക്ലിയർ യുദ്ധത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ആഗോള നേതാക്കന്മാർ കേൾക്കേണ്ടതും ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതുമാണ്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ സത്യവും വഴികാട്ടിയുമാണെന്നത് അന്യർക്ക് പോലും മനസ്സിലാകുന്നു. उन्होंने कहा ഒരു നഗരത്തിലെ മേയർ काम के हवाले से പറയുന്നു, ലോകത്തിന് मौका फराहम किया जो हमारी दुनिया के लिए पुरअमन ताल्लुकात और बर्दाश्त के रवैये अपनाने पर मुश्तमिल था। एक പരസ്പരം ബന്ധം സ്ഥാപിക്കാനും ക്ഷമ കൈക്കൊള്ളാനുമുള്ള സന്ദേശം കേൾക്കാനുള്ള അവസരം ഒരുക്കുകയുണ്ടായി. स्टेट और चर्च ഞാൻ ഹസ്രത്ത് लहदी के नुक्ता नजर എന്റെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹസ്രത്ത് മസ്റൂർ അഹമ്മദ് സാഹിബിന്റെ में जिन जगहों पर സ്റ്റേറ്റും ചർച്ചും തമ്മിലുള്ള വേർതിരിവിനെ സ്വാഗതം ചെയ്യുന്നു. ലോകത്ത് എവിടെയെല്ലാം മതത്തിന്റെ പേരിൽ എതിർപ്പുകളുണ്ടോ അത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. और ये आलमी अमन ये ईसाई ആഗോള സമാധാനത്തിനുള്ള അടിത്തറ പാകുകയും ചെയ്യേണ്ടതാണ്. दर हकीकत सच्चे इस्लाम की तालीमात के जरिए ही मुमकिन है। ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ ആഗോള സമാധാനവും ക്ഷമയുടെ പാഠവും करने का യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലൂടെ മാത്രമേ നടപ്പിൽ വരുത്തുകയുള്ളൂ. ഈ അധ്യാപനങ്ങളിലൂടെ നമുക്ക് നമ്മുടെ യുവതലമുറയെ ഉന്നത ഭാവി കെട്ടിപ്പടുക്കാനുള്ള അവസരം നൽകാൻ സാധിക്കുന്നതാണ്. शेरफ ഇസ്ലാമിനെതിരിൽ സംസാരിച്ചുകൊണ്ടിരുന്ന അമേരിക്ക ഇപ്പോൾ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ പ്രശംസിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ലോസ് ഏഞ്ചലസിലെ ഷറഫ്, അദ്ദേഹം ആ പ്രദേശത്തെ വളരെ പ്രശസ്തനാണ്. के दौरान അദ്ദേഹം പറയുന്നു, मजहब के 500 अफराद को എന്നെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ലോസ് ഏഞ്ചലസ് സന്ദർശനത്തിനിടെ വിവിധ മതങ്ങളിൽപ്പെട്ട 500 ആളുകൾക്ക് സ്നേഹം, നീതി, സാഹോദര്യം എന്നിവ സ്ഥാപിക്കാനുള്ള സന്ദേശം അദ്ദേഹം നൽകുകയുണ്ടായി. അതിൽ കോൺഗ്രസ് മെമ്പർമാര്, ഓഫീസേഴ്സ്, സിറ്റി കൌൺസിൽ മെമ്പർമാര്, ഉന്നത ഉദ്യോഗസ്ഥന്മാര്, പ്രൊഫസർമാർ എന്നിവരെല്ലാം ഉൾപ്പെട്ടിരുന്നു. മിർസ മസ്റൂർ അഹമ്മദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ സ്നേഹം ഏവരോടും വെറുപ്പ് ആരോടുമില്ല എന്ന സന്ദേശത്തിലേക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയത്. അഹമ്മദിയ ജമാഅത്ത് നൽകിയ ക്ഷണമായിരുന്നു ഇത്. यही मुल्क है, जैसा कि मैंने कहा, ആഗോള സമാധാനം സ്ഥാപിക്കുക എന്നത് നാം എല്ലാവരുടെയും ഒത്തൊരുമിച്ച കടമയാണ്. गलत रंग में ഇസ്ലാമിനെയും और यही തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുറിച്ച് हजरत सल्लल्लाहु अलैहि वसल्लम വളരെ മോശമായ രീതിയിൽ പറയപ്പെടുന്ന നാടാണിത്. ഇപ്പോൾ के हर एक के लिए जरूरी ഇസ്ലാമിന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും യഥാർത്ഥ അവസ്ഥ അവിടെ വിവരിച്ചപ്പോൾ अल्लाह ताला അതിനെ പ്രശംസിക്കുകയും അത് എല്ലാവർക്കും ആവശ്യമുള്ള സന്ദേശമാണെന്നും പറയുകയല്ലാതെ മറ്റൊന്നും അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. अपने अमल से ഇസ്ലാമിന്റെ മനോഹര സന്ദേശത്തെ തങ്ങളുടെ ജീവിതത്തിൽ പകർത്തി കാണിക്കാനുള്ള തൗഫീക്ക് മുസ്ലിം ലോകത്തിന് അള്ളാഹു നൽകുമാറാകട്ടെ. कि ये पैगाम अमन मोहब्बत और बाहमी मोहब्बत കാലിഫോർണിയയിലെ മുൻ ഗവർണർ പറയുന്നു, ये कोई गैर मामूली नहीं था। हम സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പരസ്പര സൗഹൃദത്തിന്റെയും സന്ദേശം പരസ്പരം ആദരിക്കേണ്ടതിന്റെയും ബഹുമാനിക്കേണ്ടതിന്റെയും സന്ദേശമാണ്. ഇത് അസാധാരണമായ സന്ദേശമല്ല. നാം ദൈവത്തിനെയും അവന്റെ സൃഷ്ടികൾക്കും വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഏകനായ ദൈവത്തെയോട് പ്രാർത്ഥിക്കുന്നവരാണ് നാം. അവൻ നാം എല്ലാവരെയും കാണുന്നുണ്ട്. ലോസ് ഏഞ്ചലസ് കൌൺസിൽ മെമ്പർ പറയുന്നു, और समझाया कि किस तरह लोग എന്നെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്, സ്നേഹത്തിന്റെയും പരസ്പര ആദരവിന്റെയും പാഠമാണ് അദ്ദേഹം നൽകിയത്. ജനങ്ങളെ ഒന്നിപ്പിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞു തരികയും ചെയ്തു. പരസ്പരം ഐക്യമുണ്ടാക്കാനുള്ള മാർഗവും പറഞ്ഞു തന്നു. इनका अमन आश्ती का पैगाम हर एक के लिए मुतासर कुन था और हर एक ने बहुत तवज्जो से सुना और इस पैगाम ഇദ്ദേഹത്തിന്റെ പ്രവർത്തനമായ സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം എല്ലാവരെയും സ്വാധീനിക്കുന്നതാണ്. ഓരോരുത്തരും വളരെ ശ്രദ്ധയോടെ കൂട്ടും. ഈ സന്ദേശത്തിന്റെ മുഴക്കം ഇന്ന് ലോസ് ഏഞ്ചലസിൽ മുഴങ്ങുന്നത് പോലെ ഓരോ പ്രവർത്തനത്തിലും മുഴങ്ങി കേൾക്കുന്നതാണ്. അമേരിക്കൻ കോൺഗ്രസിലെ ഒരു മെമ്പർ ദാന റോറബ് ബേക്കർ പറയുന്നു, ने कबूल किया
താങ്കൾ നൽകിയ സന്ദേശം ഞങ്ങളുടെ മനസ്സ് സ്വീകരിച്ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ താങ്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. കാലികമായി ലോകത്തിനെ വിലയിരുത്തിയതും അതിനെക്കുറിച്ചുള്ള അറിവും ബുദ്ധിപരമായ അതിനോടുള്ള സമീപനവും എന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള അവലോകനം തീർച്ചയായും യാഥാർത്ഥ്യവുമായി വളരെ അടുത്ത് ഉള്ളതാണ്. താങ്കളുടെ വിവരണ ചാതുരി എന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഈ സന്ദേശം വളരെ ഹൃദയാകർഷകമാണ്. എല്ലാം കേൾക്കേണ്ടതാണ്. എല്ലാ മതങ്ങൾക്കും സ്വീകാര്യയോഗ്യവുമാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഒരു വിഭാഗത്തിലെ റാഷൽ മോറ എന്ന വ്യക്തി പറയുന്നു, ഒരു സ്ത്രീയാണ്. ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആദരവാണ്. ഇതിന്റെ ലക്ഷ്യം സമാധാനത്തെയും സൗഹൃദത്തെയും വ്യാപിപ്പിക്കുക എന്നതായിരുന്നു. ഞങ്ങൾ അഹമ്മദിയ ജമാഅത്തിന്റെ നേതാവിൽ നിന്നും ലഭിച്ചിരിക്കുന്ന സന്ദേശം ആത്മീയതയുടെയും ഐഡിയലിസത്തിന്റെയും അത്ഭുതകരമായ സമ്മേളനമായിരുന്നു. പ്രയാസങ്ങൾ നിറഞ്ഞ പ്രശ്നസങ്കീർണമായ ലോകത്തെ സമാധാനം കൊണ്ട് നിറക്കാനുള്ള ഒരു ഉത്തമ പാഠം നൽകുന്നതായിരുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം എന്നത് നാം എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് സാഹോദര്യത്തെ വളർത്തുക. ഇത്രയും വിശാലമായ സന്ദേശം നൽകുന്ന ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. ഇത് മുഖേന നമ്മുടെ പ്രശ്നങ്ങളും തർക്കങ്ങളും കുഴപ്പങ്ങളും എല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. ലോകം സമാധാനത്തിന്റെ കളിത്തൊട്ടിലായി മാറുന്നതാണ്. മിസ്രിലെ കൌൺസിലറേറ്റും അവിടെ വന്നിരുന്നു. മുഹമ്മദ് സുനർ സാഹിബ് അദ്ദേഹം പറയുന്നു, പല പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഞാൻ കേട്ടിട്ടുള്ളതാണ്. ലോക സമാധാനത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള പ്രസംഗം ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഈ പ്രസംഗം നേരിട്ട് എന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ചെയ്തത്. ഇതെന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. എല്ലാ ശ്രോതാക്കളുടെയും അഭിപ്രായം ഇതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ സന്ദേശം ലക്ഷക്കണക്കിന് ലോക ജനതയുടെ മുമ്പാകെ എത്തേണ്ടതാണ്. ഞാൻ സ്വയം ഇത് മുന്നോട്ട് എത്തിക്കുന്നതാണ്. ഒരു പ്രൊഫസർ പറയുന്നു, ലോകസമാധാനം സ്ഥാപിക്കാനും മനുഷ്യത്വത്തെ സ്നേഹിക്കാനുമുള്ള അധ്യാപനം എന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. അഹമ്മദിയ ജമാഅത്ത് മനുഷ്യത്വത്തിനായി ജ്വലിപ്പിച്ച ദീപം ഇന്ന് ലോകത്തിന് ആവശ്യമുള്ളതാണ്. അമേരിക്കയിലെ പ്രസിദ്ധ മുസ്ലിം സംഘടനയാണ് മുസ്ലിം പബ്ലിക് അഫയേഴ്സ്. അതിന്റെ ഡയറക്ടർ പറയുന്നു, ഈ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്ക് ആവേശം ജനിക്കുകയുണ്ടായി. ശനിയാഴ്ച നടന്ന ഈ പരിപാടിക്ക് ആശംസകൾ നേരുന്നു. ഒരു പുതിയ ആവേശത്തോടു കൂടിയാണ് ഈ സദസ്സിൽ നിന്നും എഴുന്നേൽക്കുന്നത്. പ്രസംഗം വളരെ സ്വാധീനിക്കുന്നതും ഗഹനവുമായിരുന്നു. കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ഉന്നയിക്കപ്പെടുന്ന എല്ലാ ആരോപണങ്ങൾക്കും ഇദ്ദേഹം മാന്യമായ രീതിയിൽ മറുപടി പറയുകയുണ്ടായി എന്നത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. പ്രഭാഷകരെല്ലാം ഈ ആക്ഷേപങ്ങളെ സ്പർശിക്കാതെ കടന്നുകളയുകയാണ് ചെയ്യാറുള്ളത്. വ്യക്തമായ മറുപടി അവർ പറയാറില്ല. എന്നാൽ ഇദ്ദേഹം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ആരോപണങ്ങൾക്കും നേരിട്ട് മറുപടി നൽകുകയുണ്ടായി. ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരുന്ന സദസ്സിലാണ് ഇതിനെല്ലാം മറുപടി പറഞ്ഞത് എന്നതും ശ്ലാഘനീയം തന്നെ. ഒരു അതിഥി പറയുന്നു, സമാധാന സ്ഥാപനത്തിനെ കുറിച്ച് ഇങ്ങനെയുള്ള പ്രസംഗം എന്റെ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല. ഇത് നേരെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ചെയ്തത്. ബർണാഡിനോ കൗണ്ടി പറയുകയാണ്, ഈ പ്രസംഗം കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. ഇതിലൂടെ നടന്ന് നമുക്ക് ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. വലിയ ഒരു കമ്പനിയുടെ ഡയറക്ടറായ ഒരു വക്കീൽ പറയുന്നു, വളരെ നല്ല പ്രോഗ്രാമായിരുന്നു.
യുദ്ധത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക പാഠങ്ങൾ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. അമുസ്ലിങ്ങളോടൊപ്പം വളരെ പ്രതികൂല സാഹചര്യത്തിൽ പോലും നല്ല രീതിയിലുള്ള പെരുമാറ്റം അഹമ്മദികൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. नहीं जानता था, लेकिन इस അവിടെയുള്ള ഒരു പ്രഗത്ഭ ഡോക്ടർ പറയുന്നു, ജമാഅത്തിനെ എനിക്ക് കൂടുതലൊന്നും അറിയില്ല, എന്നാൽ ഈ പ്രഭാഷണത്തിലെ ഓരോ വാക്കും ഞാൻ ശ്രദ്ധിച്ചു, അതെല്ലാം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് എന്നത് തികച്ചും ശരിയാണ്. ഇത് എല്ലാ ലോക നേതാക്കളും മനസ്സിലാക്കേണ്ടതാണ്. कहा कि एड्रेस काबिल ഒരു ക്രിസ്തീയ പാതിരി दहशतगर्दी की मजम्मत की ജയൻ ചേസ് പറയുന്നു, ഈ പ്രഭാഷണം വളരെ ശ്ലാഘനീയമാണ്. തീവ്രവാദത്തെ താങ്കൾ അപലപിക്കുകയുണ്ടായി. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം എല്ലാവരുടെയും മുമ്പാകെ താങ്കൾ വിവരിക്കുകയുണ്ടായി. उन्होंने कहा कि जो मजहब की जो तस्वीर आप ഡോക്ടർ ഫ്രണ്ട് പറയുന്നു, इसके मुतालिक मेरा इल्म बहुत कम था। മതത്തെക്കുറിച്ചുള്ള താങ്കൾ സമർപ്പിച്ച കാഴ്ചപ്പാട് വളരെ നന്നായി. എനിക്ക് ഇതിനെക്കുറിച്ച് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മതത്തെക്കുറിച്ചുള്ള താങ്കളുടെ പ്രഭാഷണം എന്റെ കാഴ്ചപ്പാടിനെ അനുകൂലിക്കുന്നതായിരുന്നു. സ്നേഹം എവരോടും വെറുപ്പ് ആരോടുമില്ല എന്ന സന്ദേശം വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒന്നാണ്. മറ്റുള്ളവരെയും എന്റെയും എല്ലാം ദൈവം ഒന്നു തന്നെയാണെന്ന അധ്യാപനം സമാധാനം സ്ഥാപിക്കുന്നതാണ്. कोशिशों और एटमी जंग के സമാധാനം സ്ഥാപിക്കാനായി दुनिया के हुक्मरान പരിശ്രമവും ആഗോള യുദ്ധത്തിലേക്കുള്ള ലോകത്തിന്റെ പോക്കും ലോക നേതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. और शहर के मेयर हैं, वो कहते हैं कि जमात अहमदिया के मुतालिक बहुत कम ഒരു നഗരത്തിലെ മേയർ പറയുന്നു, അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, पैगाम को बहुत सराहता हूँ। എങ്കിലും हमें इस मुल्क में बहुत से हकूक हासिल हैं, लेकिन ചർച്ചും സർക്കാരും വേറിട്ട് നിൽക്കണമെന്ന താങ്കളുടെ സന്ദേശം വളരെ പ്രശംസനീയം തന്നെ. की वजह से ഈ നാട്ടിൽ നമുക്ക് പല അവകാശങ്ങളും ലഭിക്കുന്നുണ്ട്, എന്നാൽ വിശ്വാസത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നവർ ലോകത്ത് ഉണ്ടെന്ന കാര്യം നാം ഓർക്കേണ്ടതാണ്. इस लिहाज से मुझ पर एक नए पहलू ഞാൻ എന്റെ ജീവിതം മുഴുവനും അറിവ് കരസ്ഥമാക്കുന്നതിനായാണ് വിനിയോഗിച്ചിട്ടുള്ളത്. दुनिया में अमन ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ എങ്ങനെ സാധിക്കും आपकी इस बात से इत्तेफाक എന്ന ഒരു പുതിയ അറിവാണ് എനിക്ക് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. नजर അക്രമവും മർദ്ദനവും ഇല്ലാതാക്കാത്തിടത്തോളം സമാധാനം സ്ഥാപിതമാകുന്നതല്ലെന്ന താങ്കളുടെ കാഴ്ചപ്പാടിനെ ഞാൻ അനുകൂലിക്കുന്നു. ഞാൻ താങ്കൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ലോകത്തെ നല്ല നിലയിലേക്ക് കൊണ്ടുവരുന്നതിനായി पैरों पर यह असर है താങ്കൾ പറഞ്ഞ രീതിയിൽ എന്റെ ജീവിതം ക്രമപ്പെടുത്തുന്നതാണ്. कि गुलाम है। മറ്റുള്ളവരിൽ ഈ അധ്യാപനം ഈ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പ്രേമിയിൽ വിശ്വസിച്ച നമ്മിൽ എന്തുമാത്രം ഉത്തരവാദിത്തമാണ് വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ സന്ദേശത്തെ ലോകം മുഴുവൻ എത്തിക്കേണ്ടതാണ്. ഇതനുസരിച്ച് നാം ജീവിക്കേണ്ടതാണ്. रोरा बैचर या बैकर जो कि रिपब्लिकन है ഒരു കോൺഗ്രസ്മാൻ ദാന റോറ ബേക്കർ, भी वहाँ शामिल थे। അദ്ദേഹം റിപ്പബ്ലിക്കനാണ്. कैलिफोर्निया से इनका ताल्लुक है। അദ്ദേഹം യോഗത്തിൽ വന്നിരുന്നു. इस्लाम के खिलाफ नजर കാലിഫോർണിയക്കാരനാണ് ഇദ്ദേഹം. പൊതുവിൽ जो बोस्टन मेरा था ഇസ്ലാമിനെതിരിൽ കാഴ്ചപ്പാട് വെക്കുന്ന വ്യക്തിയാണ്. मसूफ ने बयान दिया था ബോസ്റ്റൺ മാരത്തോണിൽ ഒരു മാസം മുമ്പ് അക്രമമുണ്ടായിരുന്നു. कि लिए इस्लाम में അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് ഇസ്ലാം കുട്ടികളെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഇസ്ലാം വളരെ വലിയ ഭീഷണിയായിരിക്കുന്നു എന്നാണ്. പാകിസ്ഥാനെ കുറിച്ചും പറഞ്ഞിരുന്നു, അവിടെ രാഷ്ട്രീയ തലത്തിൽ എന്ത് ചെയ്യണം എന്നും മറ്റും. जो उन्होंने रिमार्क्स दिए ഏതായിരുന്നാലും ഈ പ്രസംഗം കേട്ടതിന് ശേഷം आज का जो खता അദ്ദേഹം പറഞ്ഞത് ഇതാണ്. मैं ये कहता हूँ कि ये हमारे दिलों की आवाज है। ഇന്നത്തെ പ്രസംഗം കേട്ടതിന് ശേഷം आपका मोहब्बत और एक दूसरे के लिए बर्दाश्त എനിക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ശബ്ദമാണ് എന്നാണ്. निहायत आम സ്നേഹത്തിന്റെയും പരസ്പരം സഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ടതിനെയും കുറിച്ച്, പരസ്പരം ഉൾക്കൊള്ളേണ്ടതിനെ കുറിച്ചുള്ള और मैं സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മെ പരസ്പരം യോജിപ്പിക്കുന്നതാണ്. പറയുന്നു, ഞാൻ ആദ്യമായാണ് ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. हर मजहब से ताल्लुक रखने वाला शख्स ഇപ്പോഴത്തെ ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അവലോകനം എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഏത് മതക്കാരനും അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫയുടെ ഈ സന്ദേശത്തെ ഉൾക്കൊള്ളാനാകും. ഇത് സമാധാനത്തിന്റെ സന്ദേശമാണ്, കേൾക്കേണ്ടതുമാണ്. हमारे वहाँ सेक्रेटरी खाज വളരെ നല്ല രീതിയിൽ
ഈ സന്ദേശം നമുക്ക് ലഭിക്കുകയുണ്ടായി. അമേരിക്കയിലെ സെക്രട്ടറി ഖാരിജക്ക് പിന്നീട് എഴുതിയ കത്തിൽ അദ്ദേഹം പറയുന്നു, जनूबी कैलिफोर्निया के दौरे में इन्होंने वो मकसद മിർസ മസ്രൂർ അഹമ്മദിന്റെ यहाँ തെക്കൻ കാലിഫോർണിയ സന്ദർശനം മുഖേന की फसल लोगों के നന്മ, സ്നേഹം, സാഹോദര്യം, സൗഹൃദം എന്നീ വിത്തുകൾ അദ്ദേഹം ജനഹൃദയങ്ങളിൽ വിതക്കുകയുണ്ടായി. അതിന്റെ ഫലം വർഷങ്ങളോളം ഇവർ കൊയ്യുന്നതാണ്, അതിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതാണ്. ഈ വ്യക്തി ഇസ്ലാമിനെതിരിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഖലീഫ വിവരിച്ച കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തി നമ്മുടെ ആളുകൾ വർഷങ്ങളോളം അതിന്റെ വിളവ് കൊയ്യുമെന്നാണ്. അങ്ങനെ ഇസ്ലാമിനെതിരിലുള്ള അദ്ദേഹത്തിന്റെ മോശമായ കാഴ്ചപ്പാടിന് മാറ്റം വന്നു. കാലിഫോർണിയ സ്റ്റേറ്റിലെ മുൻ ഗവർണർ ഇദ്ദേഹം इनको मैंने बताया क्या मकसद है जमात का। എന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. MTA കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ജമാഅത്തിന്റെ ഉദ്ദേശം എന്താണെന്നും തബ്ലീഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞു. MTA നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. വളരെ താല്പര്യത്തോടെ ഇത് കേൾക്കുകയുണ്ടായി. ഫ്രീക്വൻസിയും വാങ്ങി. ഇത് ഞാൻ തീർച്ചയായും കേൾക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ലോസ് ഏഞ്ചലസിൽ 2 പ്രസിദ്ധ പത്രങ്ങൾ, ലോസ് ഏഞ്ചലസ് ടൈംസ്, വാൾ സ്ട്രീറ്റ് ജേണൽ എന്നിവർ എന്റെ ഇന്റർവ്യൂ എടുത്തിരുന്നു. അവിടെയും ഇസ്ലാമിനെ കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചിരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതാണ്: ഈ സന്ദേശം താങ്കൾ എങ്ങനെ എത്തിക്കാൻ താങ്കൾക്ക് സാധിക്കും? കാരണം ചില മുസ്ലിങ്ങളുടെ പ്രവർത്തന ഫലമായി ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായ ഒരു കാഴ്ചപ്പാടാണ് എല്ലായിടത്തും പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് ദൂരീകരിക്കാൻ താങ്കൾക്ക് എങ്ങനെ സാധിക്കും? അതിന് ഞാൻ നൽകിയിരിക്കുന്ന മറുപടി ഇതായിരുന്നു: യഥാർത്ഥ ഇസ്ലാം സമാധാനത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനം, ശാന്തി എന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനപ്രകാരം അവസാന കാലത്ത് വാഗ്ദത്ത മഹ്ദിയും മസീഹും വരും എന്നത് ഞങ്ങളുടെ വിശ്വാസമാണ്. അദ്ദേഹം വന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം വന്ന വ്യക്തിയല്ല, ലോകത്തുള്ള എല്ലാവർക്കും ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം കൽപ്പിക്കാനാണ് വന്നത്. ഇസ്ലാമിന്റെ ശാന്തി, സമാധാന സന്ദേശത്തെ ലോകത്തോട് പറയണം. ഇക്കാലത്ത് ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്താഗതരായി. പ്രവചനമനുസരിച്ച് അദ്ദേഹം ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ലോകത്തെ കേൾപ്പിച്ചു. അത് ഞങ്ങൾ ലോകത്തോട് തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൽ യുദ്ധം നടന്നതിനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ഈ ഇന്റർവ്യൂ അതിനു മുമ്പ് നടന്നതാണ്. മുസ്ലിങ്ങൾ ആദ്യം ഒരിക്കലും ആക്രമിച്ചിട്ടില്ല, മുസ്ലിങ്ങളോട് ക്രൂരത കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തിരിച്ച് ആക്രമിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം പ്രതിരോധ യുദ്ധങ്ങളായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള യുദ്ധങ്ങളൊന്നും മുസ്ലിങ്ങൾക്കെതിരിൽ നടക്കുന്നില്ല, മതയുദ്ധങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ട് അത് നടക്കാത്തിടത്തോളം കാലം സായുധ യുദ്ധങ്ങൾ നിഷിദ്ധമാണ്. ഇസ്ലാമിന്റെ പേരിൽ ജിഹാദി സംഘടനകൾ പ്രവർത്തിക്കുന്നത് അവർ തെറ്റാണ് ചെയ്യുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും അദ്ദേഹത്തിന്റെ ഖലീഫമാരിൽ നിന്നും അക്രമപ്രവർത്തനങ്ങൾ ചെയ്തതായി തെളിയിക്കാൻ സാധ്യമേ അല്ല. അറബികളെ കുറിച്ച് ചോദിച്ചു, അറബ് നാടുകളിൽ എന്തെല്ലാമാണ് പരിപാടികളുള്ളത്, അവിടുത്തെ അവസ്ഥ എന്താണ്? ഇത് സംബന്ധമായി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് അവിടെ ആദ്യം നീക്കം ചെയ്യപ്പെട്ട അറബ് ഭരണകൂടങ്ങളുണ്ട്, അതല്ലെങ്കിൽ നീക്കം ചെയ്യാനായി പരിശ്രമിക്കുന്ന ഭരണകൂടങ്ങളുണ്ട്. ആദ്യം പാശ്ചാത്യ ശക്തികളാണ് അവരെ സഹായിച്ചിരുന്നത്. ഇപ്പോൾ അറബ് നാടുകളിലുള്ള പ്രശ്നങ്ങളിൽ അവിടുത്തെ എതിർപക്ഷത്തിനും സഹായം നൽകുന്നത് പാശ്ചാത്യ ശക്തികൾ തന്നെയാണ്. അതിന്റെ പിന്നിലുള്ള കാഴ്ചപ്പാടും ചിന്തകളും എന്തെല്ലാമാണെന്ന് അവർക്ക് നന്നായി അറിയുകയുള്ളൂ.
ഇതിനെക്കുറിച്ച് മുമ്പ് ഞാൻ വിവരിച്ചിട്ടുള്ളതാണ്. कि मगरबी ताकतें इस्लाम എന്നാൽ अरबों को कंट्रोल എന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് इसी तरह उन्होंने मिस्र की പാശ്ചാത്യ ശക്തികൾ ഇസ്ലാമിനെയും അറബികളെയും നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. മിസ്രിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. അവിടെ ആദ്യം എന്തായിരുന്നു, ഇപ്പോൾ എന്താണ് നടക്കുന്നത്, ലിബിയയിൽ എന്താണ് നടക്കുന്നത്. इसी तरह आमतौर पर प्रेस वाले लिखा नहीं करते, लेकिन बयान ഇദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ശരിക്കും പ്രസിദ്ധീകരിച്ചു. പൊതുവിൽ പത്രങ്ങൾ നേരാവണ്ണം എഴുതാറില്ല. कि अगर मगरबी ताकतों ने जमहूरियत कायम करनी है तो फिर इंसाफ से, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, जिसे कहते हैं ജനാധിപത്യം സ്ഥാപിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതൊന്നിനാണോ ശരിക്കും ജനാധിപത്യം എന്ന് പറയുന്നത് അത് സ്ഥാപിക്കാനായി പരിശ്രമിക്കുക. शाम के हवाले से भी उन्होंने बात की कि वहां लड़ाइयां हो रही हैं, क्या है। ഷാമിനെ കുറിച്ചും സംസാരിച്ചു. पहले ये അവിടെയും യുദ്ധം നടക്കുന്നു. अब इसमें और बहुत सारे बागी तरीके അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ആദ്യം അവിടെ ഷിയ സുന്നി പ്രശ്നമായിരുന്നു. ഇപ്പോൾ അതിൽ പല വിഘടന ശക്തികളും പങ്കാളികളായിരിക്കുകയാണ്. सिर्फ आपस की वहां ഇവർ പരസ്പരം എതിരാളികളാണ്. सियासत या जंग नहीं, അവിടെയുള്ള പ്രാദേശിക യുദ്ധമല്ല ഇപ്പോഴുള്ളത്. मसला भी बन चुका है ये। ഇപ്പോൾ इसलिए പാശ്ചാത്യ ശക്തികളുടെ താൽപര്യ സംരക്ഷണവും ഇതിന്റെ പിന്നിലുണ്ട്. और ये मालिक सपोर्ट कर रहे हैं। അതുകൊണ്ട് ഇരു കൂട്ടരും വഞ്ചകരാണ്. ഇരു കൂട്ടരെയും പാശ്ചാത്യ നാടുകളാണ് പിന്തുണക്കുന്നത്. हर एक दूसरे के ഞാൻ പറഞ്ഞു, होता है। ലോകം ഒരു ഗ്ലോബൽ വില്ലേജാണ്. शाम की हुकूमत की मदद ഓരോരുത്തരും दूसरी तरफ മറ്റുള്ളവരുടെ അവസ്ഥ കണ്ട് സ്വാധീനിക്കപ്പെടുന്നു. റഷ്യ ഷാമിനെ സഹായിക്കുന്നു. പാശ്ചാത്യ ശക്തികൾ ഗവൺമെന്റിന്റെ വിരോധികളെ സഹായിക്കുന്നു. ചുരുക്കത്തിൽ ഇരുകൂട്ടരും യുദ്ധം അവസാനിക്കാൻ ശ്രമിക്കുന്നു ബാഹ്യമായിട്ട്. लगाया इस बात को। ഇതും അദ്ദേഹം തന്റെ വാർത്തയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. मुझे कि आपका पैगाम अमन का है, ये फैल क्यों नहीं रहा। എന്നോട് तो मैंने बताया മറ്റൊന്ന് ചോദിച്ചത്, താങ്കളുടെ സമാധാന സന്ദേശം എന്തുകൊണ്ട് വ്യാപിക്കുന്നില്ല? आहिस्ता आहिस्ता दुनिया इसको कबूल कर रही है। ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സന്ദേശം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. अगर मौजूदा नस्ल ലോകം ഇതിനെ മെല്ലെ മെല്ലെ സ്വീകരിച്ചു വരികയാണ്. आइंदा नस्लें कबूल कर लेंगे, ഈ തലമുറ സ്വീകരിക്കുന്നില്ലെങ്കിൽ जा रहे हैं और हम വരും തലമുറ സ്വീകരിക്കുന്നതാണ്. ഞങ്ങൾ സധൈര്യം ഈ സന്ദേശം എത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഞങ്ങൾ ഏതായിരുന്നാലും തളരുകയില്ല. നിങ്ങളുടെ ഹൃദയം ഞങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മക്കളുടെ ഹൃദയം തീർച്ചയായും ഞങ്ങൾ കീഴ്പ്പെടുത്തുന്നതാണ് ഇൻഷാ അല്ലാഹ്. के बाद का मानने में बातें हुई, उनको ये भी मैंने बताया कि हर मजहब खुदा की तरफ से था, മതത്തെക്കുറിച്ച് अंबिया आए, सच्ची तरह വിവിധ വിഷയങ്ങൾ സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, മതങ്ങളെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവത്തിൽ നിന്നും പ്രവാചകന്മാർ നേരായ അധ്യാപനങ്ങളുമായി വന്നു. എല്ലാ പ്രവാചകന്മാരിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ കാലം കഴിഞ്ഞതനുസരിച്ച് അവരുടെ അധ്യാപനങ്ങൾ മാറ്റിമറിക്കപ്പെട്ടു. മുസ്ലിങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ യഥാർത്ഥ അവസ്ഥയിൽ ഉണ്ടായിട്ടും അതനുസരിച്ചുള്ള പ്രവർത്തനമില്ലാതെയായി. അതിനെ ജനങ്ങൾ മറന്നു. ഇത് കാരണം अल्लाह ताला ने भेजा था। അള്ളാഹു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയക്കുകയുണ്ടായി. के वाकयात की वजह से का हवाले से उन्होंने बात की कि इसकी वजह से ഭീകര जो लोग हैं वो इस्लाम പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. जो है खास तौर पर ഇത് കാരണം से मुतनफर हो रहे हैं, അമേരിക്കയിലെ खिलाफ काफी नफरत है। സാധാരണക്കാർ പ്രത്യേകിച്ച് ഇസ്ലാമിനോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവരാണ്. गलतफहमियों को दूर करने के लिए एक वक्त चाहिए। ഞാൻ അവരോട് പറഞ്ഞു, जैसे कि पहले मैं कह ഞങ്ങൾ ഞങ്ങളുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. തെറ്റിദ്ധാരണ അകറ്റാൻ കുറച്ച് സമയമെടുക്കും. इस्लाम की हकीकी तस्वीर पहुंच जाएगी। ഈ തലമുറ ഇല്ലെങ്കിൽ അടുത്ത തലമുറയിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തുന്നതാണ്. कि लोग അവർ ഇതിനെ സ്വീകരിക്കുന്നതാണ്. പൊതുവിൽ चाहे वो ईसाइयत है कोई ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, പൊതുവിൽ ജനങ്ങൾ മതത്തോട് തന്നെ വിമുഖത കാണിക്കുകയാണ്. അവർക്ക് മതത്തോട് ബന്ധമില്ലാത്തൊരവസ്ഥയാണ്. അത് ക്രിസ്തു മതത്തോടാണെങ്കിലും മറ്റേത് മതത്തോടാണെങ്കിലും ശരി. ദൈവത്തിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ദൈവനിഷേധികളായി മാറുകയാണ്. ഒരു കാലം വരും ഇതിന്റെ എല്ലാം പ്രതികരണമെന്ന നിലക്ക്
ലോകം ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി മാറും. മതത്തിലേക്ക് അവർ തിരിച്ചു വരും. മതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അഹമ്മദി മുസ്ലിങ്ങളായിരിക്കും सच्ची तालीम അപ്പോഴുള്ള വിടവിനെ അകറ്റുന്നത്. वो रिकॉर्ड भी करते रहे और नोट भी करते അപ്പോൾ യഥാർത്ഥ അധ്യാപനം അവരുടെ മുമ്പാകെ വരുന്നതാണ്. इसी तरह ഇതെല്ലാം അവർ റെക്കോർഡും ചെയ്തു, കുറിച്ചെടുക്കുകയും ചെയ്തു, വളരെ നല്ല രീതിയിൽ പിന്നീട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ऊंचे तबके में ज्यादा पढ़ा जाता है समझ വാൾ സ്ട്രീറ്റ് ജേണൽ रिलेशन है उसकी പത്രത്തിനു വേണ്ടിയും ഇന്റർവ്യൂ നടന്നു. വളരെ പ്രസിദ്ധമായ പത്രമാണിത്. ലോകത്തിലെ ഉന്നതരായവരാണ് കൂടുതലും ഇത് വായിക്കുന്നത്. നല്ല സർക്കുലേഷനും ഇതിനുണ്ട്. അമേരിക്കക്ക് പുറത്തും उन्होंने इसी तरह के सवाल किए थे. ചൈനയിലും മറ്റുമെല്ലാം തന്നെ ഇത് പോകുന്നുണ്ട്. कुछ तो मुश्तरक ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവിടെയും ചോദിക്കുകയുണ്ടായി. एक उन्होंने कहा मुझे कि आप ചില ചോദ്യങ്ങൾ മുമ്പ് ചോദിച്ചത് തന്നെയാണ്, അത് പരാമർശിക്കേണ്ട കാര്യമില്ല. मैंने इससे कहा ഒരു ചോദ്യം ചോദിച്ചത് हमारी ये എന്തിനാണ് താങ്കൾ കാലിഫോർണിയയിൽ വന്നത് എന്നാണ്. और इंशाअल्लाह ताला इस्लाम का पैगाम ഞാൻ പറഞ്ഞു, ലോകം മുഴുവനും ഞങ്ങളുടേതാണ്, എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് പോകണം, ഇൻഷാ അല്ലാഹ് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കണം. फिर इन लोगों के दिमागों കൂടാതെ ഇവിടെ ഞങ്ങളുടെ ജമാഅത്തുമുണ്ട്, അവരെ കാണാനും കൂടിയാണ് വന്നത്. हम भी सियासी लीडरों की तरह या ഇവരുടെ മനസ്സിലുണ്ടാകുന്ന മറ്റൊരു ചിന്ത, लोग भीख मांग ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ लेने जाते हैं. നാമും അമേരിക്കയിൽ मैं भी इसीलिए आया हूँ. യാചനക്ക് ചെന്നതാണോ എന്നതാണ്. आप मिलेंगे പൊതുവിൽ അമേരിക്കയിൽ അതിനുവേണ്ടി പോകാറുണ്ട്, അതല്ലെങ്കിൽ വല്ല സഹായത്തിനു വേണ്ടി പോകാറുണ്ട്. ഞാനും സഹായത്തിന് വന്നതാണോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം ചോദിച്ചു, जमात के लिए कुछ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളുമായി നിങ്ങൾ കാണുമ്പോൾ എന്ത് പദ്ധതിയാണ് നിങ്ങൾക്കുള്ളത്? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് വേണ്ടി വല്ലതും ചോദിക്കാനോ ഇവരിൽ നിന്ന് തന്റെ ജമാഅത്തിന് വേണ്ടി വല്ലതും ചോദിക്കാനോ അല്ല വന്നത്. ലോകത്ത് സമാധാനം സ്ഥാപിക്കണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. और दुनिया को तीसरी जंग अज़ीम से बचा सकें. ആഗോള സമാധാനം സ്ഥാപിതമാകുന്നതിന് ഉതകുന്ന പദ്ധതി किनारे पे खड़ी है. ഞങ്ങൾ ആവിഷ്കരിക്കുന്നു. ഇതുമൂലം ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും രക്ഷിക്കേണ്ടതാണ്. ഈ അവസ്ഥ നാം നിയന്ത്രിക്കുന്നില്ലെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. उसमें मैंने बताया कि मासूमों को कत्ल किया जा रहा है और इसकी वजह से ക്ലോൺ അറ്റാക്കിനെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഇത് സംബന്ധമായും സംസാരിച്ചു. നിഷ്കളങ്കർ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. इस्लाम की तालीम പാശ്ചാത്യ നാടുകൾക്കെതിരെ എവിടെയെല്ലാം ആക്രമണം നടക്കുന്നുണ്ടോ അവിടങ്ങളിൽ എതിർപ്പ് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ അധ്യാപനം നിഷ്കളങ്കരെ കൊല്ലുക എന്നുള്ളതല്ല, അതിന് ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്നാൽ बहरहाल നിങ്ങൾ ഈ അക്രമത്തിലൂടെ നിഷ്കളങ്കരെ പോലും കൊന്നൊടുക്കുന്നു. ഇത് കാരണമാണ് എതിർപ്പ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. इस टाइम और शिकागो टाइम्स ഏതായിരുന്നാലും അമേരിക്കയിൽ अखबार थे. വാൾ സ്ട്രീറ്റ് ജേണൽ, ലോസ് ഏഞ്ചലസ് ടൈംസ്, ഷിക്കാഗോ ടൈംസ്, മറ്റു വിവിധ പത്രങ്ങൾ മുഖേന മീഡിയയിൽ നല്ല കവറേജ് ലഭിക്കുകയുണ്ടായി. ഒരു കണക്ക് കൂട്ടൽ പ്രകാരം പ്രിന്റ് മീഡിയ മുഖേന नजरिए से 5.5 5.5 ദശലക്ഷം ആളുകൾക്ക് സന്ദേശമെത്തുകയുണ്ടായി. मिलियन तक अंदाजा है. ഓൺലൈൻ മീഡിയ മുഖേന 5 ദശലക്ഷം പേർക്ക് ऑनलाइन के जरिए से और 1.5 मिलियन എത്തുകയുണ്ടായി. रेडियो टीवी के जरिए से पैगाम. അത് പ്രിന്റ് മീഡിയ മുഖേന 5.5 ദശലക്ഷം ആളുകൾക്കും ഓൺലൈൻ മുഖേന 5 ദശലക്ഷം ആളുകൾക്കും 1.5 ദശലക്ഷം ആളുകൾ റേഡിയോ ടിവി മുഖേനയും എത്തി. ഇതൊന്നും നമ്മുടെ പ്രയത്നങ്ങൾ കൊണ്ട് ഒരിക്കലും ആകുന്നതല്ല. അള്ളാഹു ചലിപ്പിച്ച കാറ്റാണിത്. അള്ളാഹുവിന്റെ ताला के സഹായത്തിന്റെ പ്രകടനമാണിത്. एक हल्की सी झलक है. अल्लाह ताला അള്ളാഹു സർവശക്തനാണെന്നതിന്റെ ചെറിയൊരു ഉദാഹരണമാണിത്. फिर मैं അള്ളാഹു പറയുന്നു, पैदा करता हूँ. നിങ്ങളുടെ നീയത്ത് ശുദ്ധമാണെങ്കിൽ अब ये उन जमात പരിശ്രമിച്ചാൽ അതിനുള്ള അവസരം ഞാൻ ഒരുക്കുന്നതാണ്. इस्लाम की खुसूस तालीम അതിനാൽ आगे बढ़ाएं. ഇതിൽ നിന്നും ഫലമെടുക്കേണ്ടത് इसके बाद ഇതിൽ നിന്നും ഫലമെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ മനോഹര സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവിടുത്തെ ജമാഅത്തുകളുടെ പ്രവൃത്തിയാണ്. किताब में ഇതിനുശേഷം മസ്ജിദ് ബൈത്തുർ റഹ്മാൻ വാൻകൂവറിന്റെ ഉദ്ഘാടനം നടന്നു. അവിടെയും മറ്റുള്ളവരെ ക്ഷണിച്ചിരുന്നു. മീഡിയ ഇതിനെയും നല്ല കവറേജ് നൽകുകയുണ്ടായി. पहुंचा जो कभी भी मुमकिन नहीं മൊത്തത്തിൽ അമേരിക്കയിൽ था. और कनाडा में ഇത് മുഖേന 12 ദശലക്ഷം ആളുകളിലേക്ക് സന്ദേശം എത്തി. तकरीबन സാധാരണ രീതിയിൽ ഇത് എത്തിക്കാൻ സാധ്യമല്ല. കാനഡയിൽ മസ്ജിദുമായി ബന്ധപ്പെട്ടും ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടും 8.5 ദശലക്ഷം ആളുകൾക്ക് സന്ദേശം എത്തിക്കാൻ സാധിച്ചു. उसने मस्जिद की खबर दी. ഇവിടെ BBC ഉള്ളതുപോലെ അവർക്കൊരു CBC എന്നൊരു നാഷണൽ ചാനലുണ്ട്. 10 लाख
അവർ മസ്ജിദിനെ കുറിച്ച് നല്ല വാർത്ത നൽകി. न्यूज चैनल है 10 ലക്ഷം ആളുകളിൽ ഈ സന്ദേശം എത്തുകയുണ്ടായി. ഇവരുടെ CTV എന്ന ന്യൂസ് ചാനലുണ്ട്. 22 ലക്ഷം ആളുകൾക്ക് ഇത് മുഖേന സന്ദേശം എത്തി. ഗ്ലോബൽ TV മുഖേന 6 ലക്ഷം ആളുകൾക്ക് സന്ദേശം എത്തി. जुबान का CBC फ्रांस CC में 4 लाख से ज्यादा उसके റേഡിയോ കാനഡ 12 मजमून ഫ്രഞ്ച് ഭാഷയിലുള്ളതാണ്. 8.5 लाख 4 ലക്ഷം ആളുകൾക്ക് ഇത് മുഖേന സന്ദേശം എത്തുകയുണ്ടായി. മൊത്തം നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8.5 ദശലക്ഷം ആളുകൾക്ക് മസ്ജിദിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ സന്ദേശം എത്തുകയുണ്ടായി. अखबारात के जरिए से വിവിധ റേഡിയോ ചാനലുകളുണ്ട്. पैगामात पहुंचे 11 मुख्तलिफ अखबारात ने खबरें दी जिसमें तकरीबन പത്രങ്ങൾ മുഖേന ഈ സന്ദേശം എത്തി. रेडियो के जरिए से 11 വിവിധ പത്രങ്ങൾ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. 7.5 ലക്ഷം ആളുകൾക്ക് ഇത് മുഖേന സന്ദേശമെത്തി. റേഡിയോ മുഖേന 11 ലക്ഷം ആളുകൾക്ക് സന്ദേശമെത്തി. एथनिक मीडिया जो है इसके भी रेडियो स्टेशन हैं इनके जरिए से तकरीबन 6 लाख എത്നിക് മീഡിയ ये पैगाम पहुंचा. അവർക്കും റേഡിയോ സ്റ്റേഷനുണ്ട്. 6 ലക്ഷം ആളുകൾക്ക് ഇത് മുഖേന സന്ദേശമെത്തി. पुराने वहां के आबाद हैं അവിടെ നമ്മുടെ ഒരു പഴയകാല സിഖ് സുഹൃത്തുണ്ട്, सूबे के മൻമീദ് ബുല്ലർ സാഹിബ്. मैं कुछ दिनों രാഷ്ട്രീയ പ്രവർത്തകരാണ്, അൽബട്ട സംസ്ഥാനത്തെ മിനിസ്റ്ററുമാണ്. तक मैंने അദ്ദേഹം പറയുന്നു, किया हुआ है ജനീവയിൽ എനിക്ക് കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു പ്രഭാഷണം നടത്താൻ स्टाफ पे आए हुए थे कहते हैं वहां ഉണ്ട്. സമാധാന സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള പ്രഭാഷണമായിരുന്നു. അത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മസ്ജിദിന്റെ ഉദ്ഘാടനത്തിനായി വന്നിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് എന്റെ പ്രസംഗം കേട്ടപ്പോൾ പറഞ്ഞു, എന്റെ പ്രഭാഷണം ഞാൻ മാറ്റി പുതുതായി തയ്യാറാക്കുന്നതാണ്. അതിൽ താങ്കൾ വിവരിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. താങ്കൾ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായി ഞാൻ അനുകൂലിക്കുന്നു. ഇതേപോലെ അവിടെ ഒരു ഷേറെ പഞ്ചാബ് എന്ന പേരിൽ ഒരു റേഡിയോ നിലയമുണ്ട്. അതിന്റെ രവീന്ദർ സിംഗ് സാഹിബ് പറയുന്നു, ये तकरीर താങ്കൾ അവതരിപ്പിച്ച വിഷയത്തിൽ ഒരു സന്ദേഹവും എനിക്കില്ല. ഈ പ്രഭാഷണത്തിൽ फिर ധീരത പ്രകടമായിരുന്നു. क्रिश्चियन बेक्टर साहब हैं उन्होंने कहा कि एक बात जो मुझे बहुत पसंद आई वो ये ക്രിസ്റ്റൻ ബേക്കൻ സാഹിബ പറയുന്നു, इसी मस्जिद का इफ्तार എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം മസ്ജിദ് ഉദ്ഘാടന വേളയിൽ താങ്കൾ പറഞ്ഞതാണ്. तो हम मजहबी അതായത് ഏതെങ്കിലും മസ്ജിദ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ कहते हैं कि आपके खिताब മതസ്വാതന്ത്ര്യത്തിന്റെ പുതിയൊരു കവാടം അധ്യായം ഞങ്ങൾ തുറക്കുകയാണ് ചെയ്യുന്നത്. पर अमल कर അവർ പറയുന്നു, അഹമ്മദികൾ തീവ്രവാദികളല്ല എന്നും സമാധാനകാംക്ഷികളാണെന്നും താങ്കളുടെ പ്രഭാഷണത്തിൽ നിന്ന് മനസ്സിലായി. അഹമ്മദികൾ മനുഷ്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രയത്നിക്കുന്നവരാണെന്ന് മനസ്സിലായി. तमाम सवालों का CBCയുടെ റിപ്പോർട്ടർ പറഞ്ഞു, जिस चीज को मुझे तलाश थी वो मुझे എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം തൃപ്തികരമായി മറുപടി നൽകുകയുണ്ടായി. खबरों में भी उसको ഏതൊന്നാണോ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് അതെനിക്ക് ലഭിച്ചു. हिंदुस्तान के एक जर्नलिस्ट അതെല്ലാം അദ്ദേഹം തന്റെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പ്രസംഗം അതേപടി एक बिजनेस എന്റെ പത്രത്തിൽ ഞാൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. വളരെ അത്ഭുതകരമായ സന്ദേശമാണ് ഇതിലുള്ളത്. साइयद का हिस्सा ഒരു ബിസിനസ്മാൻ പറയുന്നു, है मैंने तो സമാധാനം എന്നത് ക്രിസ്ത്യാനികളുടെ കുത്തകയല്ലെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. फिर मराकश के एक मुसलमान कहते हैं कि आपके अमन के ഇത് എല്ലാ മതങ്ങളുടെയും ഭാഗമാണ്. रोक दे रहे हैं ഇന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്റെ മക്കളെയും പഠിപ്പിക്കുന്നതാണ്. संधि के बजाय മറാക്കച്ചിലെ ഒരു മുസ്ലിം പറയുന്നു, സമാധാന സന്ദേശങ്ങൾ താങ്കൾ പ്രചരിപ്പിക്കുന്നത് आज इस खिताब के जरिए मैंने इस्लाम के मुतालिक बहुत सी മീഡിയ മുഖേന ഇസ്ലാമിനെ കുറിച്ച് തീവ്രവാദ പ്രവർത്തനത്തിന് പകരം സമാധാന സന്ദേശം പ്രചരിപ്പിക്കുന്നതാണ്. ഞാനും ഒരു മുസ്ലിമാണ്. എന്നാൽ ഇന്നത്തെ ഈ പ്രഭാഷണത്തിന് ശേഷം ഇസ്ലാമിനെ കുറിച്ച് പല പുതിയ പാഠങ്ങളും ഞാൻ പഠിക്കുകയുണ്ടായി. ഒരു അതിഥി പറയുന്നു, ഈ പ്രഭാഷണം ചിന്താർഹമായിരുന്നു. മസ്ജിദിന്റെ ഉദ്ഘാടന പ്രഭാഷണത്തെ കുറിച്ചാണ് പറയുന്നത്. അത് തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ഈ പ്രഭാഷണത്തിൽ വളരെ വിശദമായ മേഖലകളെ താങ്കൾ പരാമർശിക്കുകയുണ്ടായി. ഒരു സാധാരണക്കാരന്റെ ഭയത്തെ താങ്കൾ അകറ്റുകയും ചെയ്തു. ഇത് വളരെ ശ്രദ്ധേയമാണ്. പ്രഭാഷണം വ്യക്തമായിരുന്നു. ഇതിൽ ദീർഘവീക്ഷണവും പ്രകടമായിരുന്നു. एक साहब ने कहा आपका तौहीद का पैगाम तमाम दुनिया के लिए अपने अंदर अहम मानी रखता है ഒരാൾ പറയുന്നു, തൗഹീദിനെ കുറിച്ചുള്ള താങ്കളുടെ സന്ദേശം ലോകത്തെ എല്ലായിടത്തും വളരെ പ്രാധാന്യമുള്ളതാണ്. मीडिया ने किरदार अदा किया
ഞാൻ പറഞ്ഞതുപോലെ വിവിധ മീഡിയകൾ ഇവിടെയും തങ്ങളുടെ സേവനങ്ങൾ സമർപ്പിച്ചു. CBC കാൽഗരിയും വാർത്ത പ്രസിദ്ധീകരിച്ചു. CTVയും ഒംലി ടിവിയും 85 लाख लोगों तक ഇങ്ങനെ 8.5 ദശലക്ഷം ആളുകൾക്ക് ഈ സന്ദേശം എത്തുകയുണ്ടായി. 85 ലക്ഷം ആളുകൾക്ക്. से ज्यादा लोगों तक പൊതുവിൽ നോക്കുകയാണെങ്കിൽ 2 കോടിയിലധികം ആളുകൾക്ക് ഈ സന്ദേശം എത്തിയിട്ടുണ്ട്. और इस हिसाब से अमेरिका की आबादी के लिहाज से 4% ज्यादा आबादी को बल्कि उस सूबे वेस्ट അമേരിക്കയുടെ മൊത്തം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 4% ആളുകൾക്കും വെസ്റ്റ് കോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ 25-30% ആളുകൾക്ക് സന്ദേശം എത്തുകയുണ്ടായി. से पहुंचना मुमकिन नहीं था. കാനഡയുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 25% ആളുകൾക്ക് സന്ദേശം എത്തിച്ച് ഇത് മറ്റു രീതിയിലൊന്നും നമുക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇത് അള്ളാഹുവിന്റെ പ്രത്യേക ഫضലാണ്. उसने एक सवाल यहाँ किया था कनाडा में कि इस्लाम अमन का मजहब है കാനഡയിൽ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടത് ഇതാണ്: हो रहा है. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെങ്കിൽ ये कहा മുസ്ലിങ്ങളിൽ നിന്ന് ഇത് പ്രകടമാകുന്നുണ്ടോ? उनकी तालीम तो यही है. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, लीडर हाकिम വിശുദ്ധ ഖുർആൻ നൽകുന്ന പാഠം ഇത് തന്നെയാണ്. तो इजहार नहीं कर रहे तो ये उनका कसूर है ഏതെങ്കിലും ലീഡറോ ഭരണാധികാരിയോ और फिर उनको हुकूक नहीं दिए പൊതുജനമോ ഇതിനെ പ്രകടമാക്കുന്നില്ലെങ്കിൽ അത് അവരുടെ തെറ്റാണല്ലോ. और इसीलिए हज़रत मसीह अलैहिस्सलाम മുസ്ലിം നാടുകളിൽ അവകാശങ്ങൾ നൽകുന്നില്ല. फिर മുസ്ലിം നാടുകളിലും ഇതനുസരിച്ചുള്ള പ്രവർത്തനമില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചത്. അവർ തുടരെ തുടരെ ചോദിച്ചത് वाकया बोस्टन बम ब्लास्ट का वाकया लंदन का वाकया तो उसको मैंने बताया കാനഡയിലെ ട്രെയിൻസ് നടന്ന സംഭവം, ബോസ്റ്റർ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച്, ലണ്ടനിൽ നടന്ന സംഭവത്തെക്കുറിച്ചെല്ലാം വീണ്ടും വീണ്ടും ചോദിക്കുകയുണ്ടായി. അതിന് ഞാൻ പറഞ്ഞത് ഇതെല്ലാം നടക്കുന്നത് ദൈവത്തിൽ നിന്നും അകന്നതുകൊണ്ടാണ്. ഇസ്ലാമിന്റെ അധ്യാപനം ഇതെല്ലാം ചെയ്യണമെന്നല്ല, ദൈവത്തിൽ നിന്നും ഇവരെല്ലാം അകന്നത് കാരണമായാണ് ഇത് നടക്കുന്നത്. യഥാർത്ഥ അധ്യാപനം അനുസരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ സമാധാനം സ്ഥാപിക്കപ്പെടുമായിരുന്നു. चंद एक इस्लाम के ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ पर इंतहा पसंद ग्रुप हैं जो പറഞ്ഞ മറ്റൊന്ന്, बरतानिया में जो वाकया हुआ है ഇസ്ലാമിന്റെ പേരിൽ मैंने वहां कहा കുറച്ച് സംഘടനകൾ മാത്രമാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ബ്രിട്ടനിൽ നടന്ന സംഭവത്തിൽ ബ്രിട്ടനിലെ उसने भी बड़ी മുസ്ലിം കൌൺസിൽ എന്ന മുസ്ലിങ്ങളുടെ വലിയ സംഘടന वाकये की അതിനെ അതിശക്തമായി അപലപിക്കുകയാണ് ചെയ്തത്. और बड़ा अच्छा बयान है जो उन्होंने मुस्लिम काउंसिल ने दिया. ഇതെല്ലാം അനിസ്ലാമിക പ്രവർത്തനമാണെന്ന് പറയുകയുണ്ടായി. അവർ അപലപിച്ചത് ഏതായിരുന്നാലും വളരെ നന്നായി, നല്ല പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. फिर इसी तरह कि आप दुनिया में दहशतगर्दी के रोकने के लिए क्या कर रहे हैं उसको बताया मैंने कि हम तो मुसलसल कोशिश कर रहे हैं. തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ അതിനായി നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്ത് സമാധാനം സ്ഥാപിക്കാനായി വിവിധ നാടുകളിൽ വിവിധ ആളുകൾ സേവനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. उससे कुछ इस जुल्म को रोक सकें. हाँ ഞങ്ങളുടെ കയ്യിൽ ശക്തിയൊന്നുമില്ല. ശക്തി ഉപയോഗിച്ച് അക്രമത്തെ തടയാൻ ഞങ്ങൾക്കാവില്ല. ഇസ്ലാമിന്റെ സത്യമായ സന്ദേശത്തെ ഞങ്ങൾ വ്യാപിപ്പിക്കുന്നു, അത് ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. तो फिर इसने कहा कि मस्जिदों में ये मशहूर है कि मस्जिदों से तशद्दुद फैलता है. അവർ ചോദിച്ചു, മസ്ജിദുകളിൽ നിന്ന് तो नहीं कहता ഭീകരപ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നു എന്നൊരു പ്രചാരണമുണ്ട്. हमेशा अमन ഞാൻ പറഞ്ഞു, മറ്റുള്ളവരെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അഹമ്മദിയ ജമാഅത്തിന്റെ മസ്ജിദുകളിൽ നിന്ന് എപ്പോഴും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിനായി ഞങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാരണമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ना होने के बराबर ही है बल्कि नहीं है പൊതുവിൽ അഹമ്മദിയ ജമാഅത്തിൽ കുറ്റവാളികൾ लेती है और फौरन ഇല്ല എന്ന് തന്നെ പറയാം. 1-2 ഉണ്ടെങ്കിൽ തന്നെ അവരെ ജമാഅത്ത് ശിക്ഷിക്കുന്നു, അവരെ ജമാഅത്തിൽ നിന്നും പുറത്താക്കുന്നു. ऐसे कर रही थी औरत. CBC की जर्नलिस्ट 20-25 मिनट का इंटरव्यू था कि किसी तरह CBC उसके ജേർണലിസ്റ്റ് इस बात पे काबू आ जाऊं 25 മിനിറ്റ് നീണ്ട अमन की तालीम ഇന്റർവ്യൂവിൽ എന്നോട് എങ്ങനെയെങ്കിലും ഇസ്ലാമിന്റെ അധ്യാപനം, ശാന്തിയുടെ
സന്ദേശമല്ല നൽകുന്നത് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി തിരിച്ചും മറിച്ചും പല ചോദ്യങ്ങളും ചോദിക്കുകയുണ്ടായി. നാം മറ്റു വല്ല കാര്യവുമാണ് പറയുന്നത് എന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് രീതിയിൽ ചോദിച്ചാലും എന്റെ മറുപടി ഒന്നു തന്നെയായിരിക്കും. അവർ നമ്മുടെ ആളുകളോട് പറഞ്ഞത് അദ്ദേഹം എന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇസ്ലാമിനെതിൽ എന്തെങ്കിലും ഒന്ന് പറയിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു എന്നും അവർ പറയുകയുണ്ടായി. ഇസ്ലാമിന്റെ സത്യമായ അധ്യാപനം അത് പുറത്തേക്ക് വരുന്നതാണ്. ഒരുവിധ കാപ്പട്യം നമ്മളില്ല. ഈ സന്ദേശം എങ്ങനെയാണ് പ്രചരിപ്പിക്കുക എന്നവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ സന്ദേശം എത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഒരിക്കലും ഞങ്ങൾ ധീരത കൈവിടില്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വാദം ഉന്നയിച്ചപ്പോൾ ഒറ്റക്കായിരുന്നു. അദ്ദേഹം വഫാത്തായപ്പോൾ 5 ലക്ഷത്തിനടുത്ത് അഹമ്മദികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഖിലാഫത്തിന്റെ ശൃംഖല തുടങ്ങി. 125 വർഷം പിന്നിട്ടു. ഇപ്പോൾ ഞങ്ങൾ കോടിക്കണക്കിനുണ്ട്. ഇതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റു മതക്കാരും എല്ലാം പ്രവേശിക്കുന്നുണ്ട്. അടുത്ത തലമുറ ഇതിനെ സ്വീകരിക്കുന്നതാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സമാധാന ലോകത്ത് സ്ഥാപിതമാവുക, യഥാർത്ഥ ഇസ്ലാം ലോകത്ത് വ്യാപിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ സന്ദർശനം കാരണം ഏകദേശ കണക്കനുസരിച്ച് 20 മില്യൺ ജനങ്ങൾക്ക് സന്ദേശമെത്തി. അതായത് 2 കോടി ജനങ്ങൾക്ക് സന്ദേശമെത്തുകയുണ്ടായി. ഇത്രയും വിപുലമായ രീതിയിൽ സന്ദേശം എത്തിക്കാനും അതോടൊപ്പം ജനങ്ങളുടെ പ്രതികരണം ഇസ്ലാമിനും അഹമ്മദിയത്തിനും അനുകൂലമാക്കി മാറ്റുക എന്നതും മനുഷ്യ പ്രയത്നത്താൽ ഒരിക്കലും സാധ്യമല്ല. ഇത് അള്ളാഹു ചലിപ്പിച്ച കാറ്റാണ്. ഖലീഫത്തുൽ മസീഹ് 4-ാമന്റെ ഒരു സ്വപ്നത്തെക്കുറിച്ചു ഞാൻ അവിടെ വിവരിച്ചിരുന്നു. ലോസ് ഏഞ്ചലസിലെ ഖുത്ബയിൽ പറഞ്ഞിരുന്നു, തിരയടിച്ചുയരുന്ന ജനസാഗരം എന്നാണ് ഞാൻ അവിടെ പറഞ്ഞിരുന്നത്. എന്നാൽ ജനങ്ങളെ അല്ല കണ്ടിരുന്നത്. ഖലീഫത്തുൽ മസീഹ് റാബ് മൈതാനമാണ് കണ്ടിരുന്നത്. ഭൂമിയിൽ നിന്നും ഇസ്ലാം അഹമ്മദിയത്തിന് അനുകൂലമായ ശബ്ദം ഉയരുന്നതാണ് കണ്ടത്. ഈ ഉയരുന്ന ശബ്ദങ്ങൾ ഈ ഒരു രീതിയിലുമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ നമ്മിലേക്കുള്ള ശ്രദ്ധയും പ്രതികരണങ്ങളും ആ പ്രദേശങ്ങളിൽ നിന്ന് ഈ ശബ്ദങ്ങൾ മുഖരിതമായി കൊണ്ടിരിക്കും എന്നതിനുള്ള സൂചനകളാണ് നൽകുന്നത്. ഇൻഷാ അല്ലാഹു തആല ഇസ്ലാമിന് അനുകൂലമായി ശക്തമായി ആ ശബ്ദങ്ങൾ മുഴങ്ങുന്നതായിരിക്കും. ഒരു മാസം മുമ്പ് ഞാൻ സ്പെയിനിൽ പോയിരുന്നു. വളരെ വിപുലമായ രീതിയിൽ ജമാഅത്തിന്റെ സന്ദേശം എത്തിക്കുകയുണ്ടായി. ഇസ്ലാമിന്റെ കീഴിലായിരുന്ന ആ നാട് ഇപ്പോൾ ക്രിസ്തുമതത്തിന്റെ കീഴിലാണ്. അവിടെ വീണ്ടും ഇസ്ലാം പരിചയപ്പെടുത്തപ്പെടുകയാണ്. അമേരിക്കയിൽ സ്പാനിഷ് ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണ് 1 മാസത്തിന് ശേഷം ഞാൻ പോയത്. ഇത് അള്ളാഹുവിന്റെ അത്ഭുത പ്രതിഭാസമാണ്. കിഴക്കൻ സ്പാനിഷിലും പടിഞ്ഞാറൻ സ്പാനിഷിലും അഹമ്മദിയത്ത് യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനെ നാം കഠിന പ്രയത്നത്തിലൂടെ നിലനിർത്തേണ്ടതാണ്. ഇസ്ലാമിന്റെ പതാക കീഴെ ഇവരെ കൊണ്ടുവരേണ്ടതാണ്. അമേരിക്കയിൽ പ്രത്യേകിച്ച് ലോസ് ഏഞ്ചലസിലും ഞാൻ ഈ കാര്യം പറഞ്ഞതാണ്. സ്പാനിഷ് ആളുകൾ പറയുന്നത് ഇവിടെ കുറെ ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്പെയിനേക്കാളും 10 ഇരട്ടി ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്, ഞങ്ങളിലേക്ക് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു വേളയിൽ പറഞ്ഞിരുന്നു, പടിഞ്ഞാറ് നിന്നും സൂര്യൻ ഉദിക്കും എന്നതിൽ അമേരിക്കയുമായും അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അമേരിക്കയിൽ പ്രത്യേക തബ്ലീഗ് പരിപാടികൾ ആസൂത്രണം ചെയ്യണം എന്നതിനെ സംബന്ധിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു.
അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായ നിലയിൽ അമേരിക്കയിൽ തബ്ലീഗ് പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നു. भूलना नहीं चाहिए, ये दोनों चीजें जरूरी हैं. और यही ये उस എന്നാൽ അതോടൊപ്പം തബ്ലീഗ് ചെയ്യുന്നതോടൊപ്പം സ്വന്തം തർബിയത്തും നവാഗതരുടെ തർബിയത്തും ഒരിക്കലും മറക്കരുത്. ഇത് രണ്ടും അത്യാവശ്യമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മുടെ പ്രവർത്തനത്തിലൂടെ जैसा कि मैंने कहा നന്ദി രേഖപ്പെടുത്തുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. കാനഡയിലും ഞാൻ പറഞ്ഞതുപോലെ करवाया ജനസംഖ്യയിലെ और इसको वहां भी उनको तबलीग के 1/4 വിഭാഗം ആളുകൾക്ക് ഇസ്ലാമിനെ, അതായത് അഹമ്മദിയത്തിനെ പരിചയപ്പെടുത്താൻ സാധിച്ചു. തബ്ലീഗ് പ്രവർത്തനത്തെ അവിടെ വ്യാപിപ്പിച്ചുകൊണ്ട് അത് നിലനിർത്തേണ്ടതാണ്. തങ്ങളുടെ തർബീയത്തിലൂടെയും തബ്ലീഗിലൂടെയും നന്ദി പ്രകടനത്തിലൂടെയും ഇബാദത്തിന്റെ ഉന്നത സ്ഥാനം കരസ്ഥമാക്കുന്നതിലൂടെയുമാണ് ഇത് കരസ്ഥമാവുക ഇൻഷാ അല്ലാഹു തആല. അല്ലാഹു തആല അമേരിക്കയിലെയും കാനഡയിലെയും മറ്റ് ലോകത്തിലെ ജമാഅത്തുകൾക്കും ഉത്തമമായ രീതിയിൽ ഈ പ്രവർത്തനം നടത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. कि नए तारुफ और रास्ते जो खुले हैं ഇവിടെ इनमें दोनों मुल्कों में മറ്റൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയ മാർഗങ്ങളും ज्यादा काम करने की अल्लाह ताला ने तौफीक अता फरमाई है. बस ബന്ധങ്ങളും आइंदा नस्ल സ്ഥാപിതമായി ഇരിക്കുന്നതിന്റെ പിന്നിൽ യുവാക്കൾക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. വരും തലമുറ മുമ്പത്തേക്കാൾ ഉപരി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. और उन्होंने और രണ്ട് സ്ഥലത്തെയും സെക്രട്ടറി ഖാരിജ യുവാക്കളാണ്. नजरिए से बड़े वसी അവരും അവരുടെ ടീമും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അവരുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. തുറന്ന ഈ മാർഗങ്ങളെ തബ്ലീഗ് തർബിയത്ത് വകുപ്പിലെ ये ना ഭാരവാഹികൾ ഇവയെ अपने आप पर किसी किस्म का फख्र करने लग जाएं, बल्कि अल्लाह ताला പ്രയോജനപ്പെടുത്തേണ്ടതാണ്. पैदा हो जिस तरह അള്ളാഹു ഇവർക്ക് എല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ. इनकी सारी വിനയത്തിൽ മുമ്പത്തേക്കാൾ കൂടുതൽ മുന്നേറേണ്ടതാണ്. ജോലി ചെയ്ത് തന്റെ വലിപ്പത്തരം പൊക്കിപ്പിടിക്കുന്നതാക്കി മാറ്റരുത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ വിനയവും എളിമത്വവും വളരെ അനിവാര്യമാണ്. അള്ളാഹു എല്ലാവർക്കും ഇതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى